വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും ഗൈസ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ നടക്കുന്നത് നമ്മൾ അല്ലാത്തതായിട്ടുള്ള നോർമലായിട്ടുള്ള സ്റ്റോറി വീഡിയോയുമായിട്ടാണ് ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കണത്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനലിലായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ വീഡിയോസൊക്കെ അപ്പോഴും എന്തായാലും നോട്ടിഫിക്കേഷനായിട്ട് എന്തായാലും എനേബിൾ ആവുന്നതാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ എന്തായാലും ഫുള്ളായിട്ട് എന്തായാലും ഓക്കെയും കാര്യങ്ങളൊക്കെ എന്തായാലും തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ നൈസായിട്ട് നമുക്ക് എന്തായാലും സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഇതിലായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാതുകൊണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ഉള്ള ഗൈസ് പ്ലീസ് ഗൈസ്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് സബ്സ്ക്രൈബേഷൻ ടാർഗറ്റ് എന്ന് പറയുന്നത് 410 സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ടാർഗറ്റ് കാര്യങ്ങളൊക്കെ. ഓക്കെ, നമ്മുടെ ഒരു 400 തന്നെ എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഷനൊക്കെ നിൽക്കുകയാണ്. അതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഇപ്പോഴും എന്തായാലും പോയി സബ്സ്ക്രൈബുകളൊക്കെ ചെയ്യുക. വീഡിയോസ് നിങ്ങൾക്ക് അപ്പോഴും നോട്ടിഫിക്കേഷൻ ആയപ്പോഴാണ് നല്ല നല്ല കിടുക്കാച്ച് ഗെയിമുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ ചാനലിലെ നെയിമും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും ചേഞ്ച് ചെയ്തിട്ട് എന്തായാലും ഉണ്ട്. നമ്മുടെ ചാനലിലെ നെയിം കാര്യങ്ങളൊക്കെയാണ് ഗ്യാങ്സ്റ്റർ ഗെയിമിങ്. ഓക്കെ, അത് ഞാൻ എന്തായാലും ചില വീഡിയോകളൊക്കെ പറയാനുണ്ട്. അപ്പോൾ ആർക്കും മാറിപ്പോലും. ഓക്കെ, അത് കറക്റ്റ് 14 ദിവസം കഴിയുമ്പോഴേ റിയൽ ആയിട്ടുള്ള നെയിമിലോട്ട് എന്തായാലും കൺവേർട്ട് ആവത്തുള്ളൂ. ഓക്കെ, ഇപ്പോഴും എന്തായാലും ഗ്രാൻഡ് ടൂറർ ബൈ എന്നാണ് കിടക്കണത്. ഓക്കെ, ഗ്രാൻഡ് ടൂറർ ബൈ കാർത്തിക് എന്ന്. ഓക്കെ, അതെന്തായാലും മാറി ഗ്യാങ്സ്റ്റർ ഗെയിമിങ് ആവുന്നതാണ്. അപ്പോൾ അതെല്ലാം സെറ്റാണ്. ഇതിലായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചാനൽ മാറിപ്പോലും നമ്മുടെ ഗ്യാങ്സ്റ്റർ ഗെയിം എവിടെ കണ്ടാലും അത് നമ്മുടെ ചാനലാണ്. ഓക്കെ, ഒരു ഇതാണ് വലിയൊരു ഫൈറ്റിംഗ് ഒക്കെ ചെയ്യണ ഒരാളുടെ ഒരു പ്രൊഫൈലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ സ്റ്റാർട്ടഡ്. ഓക്കെ ഗായ്സ് നമ്മളങ്ങനെ ഇവിടെ ഇപ്പോൾ എന്തായാലും ഗൈസ് നമ്മളെന്തായാലും രാവിലെ തന്നെ എന്തായാലും എണീറ്റേക്കാണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഗായ്സ് നമ്മളങ്ങനെ രാവിലെ തന്നെ എണീറ്റിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, രാവിലെ തന്നെ നമ്മുടെ ലെസ്റ്ററിങ്ങാളൊക്കെ നമ്മളെ വിളിച്ചിട്ട് എന്തായാലും ഉണ്ടായിരുന്നു. നമ്മുടെ ലെസ്റ്ററിങ്ങാളൊക്കെ നമ്മളെ വിളിച്ചിട്ട് എന്തായാലും അപ്പോഴും തന്നെ എന്തായാലും പറഞ്ഞിട്ട് എന്തായാലും ഉണ്ട്. ഒരു ചെറിയൊരു ഇൻഫർമേഷനും ഞങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മളവിടെ ചെയ്യുമോ ചോദിച്ചു. ഓക്കെ, സംഭവം സിമ്പിളാണ്. ഓക്കെ, നമ്മുടെ ഏതാണ് ഈ ഒരു ഇന്ത്യയിലും കേരളമൊക്കെ ഒരു പുതിയതായിട്ടുള്ളൊരു വണ്ടിയും കേരളമൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ആ ഒരു വണ്ടി ഏതെന്നല്ല ഗൈസ് ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത്. ഓക്കെ, യെസ് ഗൈസ്, നമ്മളുടെ സ്വന്തം ലാൻഡ് റോവർ ഡിഫൻഡർ ആണ് ഗൈസ് ആ ഒരു വണ്ടിയും കേരളം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യയിലായിട്ട് പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത ഒരു വണ്ടികളൊക്കെയാണ് ലാൻഡ് റോവർ ഡിഫൻഡർ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു വണ്ടികളൊക്കെ ഒരു വലിയൊരു ഫ്ലാറ്റിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങളൊക്കെ കിടക്കുകയാണ്. നമ്മുടെ ലെസ്റ്ററിങ്ങളൊക്കെ അതെന്തായാലും ഹാക്ക് ചെയ്ത് എന്തായാലും കണ്ടുങ്ങളൊക്കെ എന്തായാലും പിടിച്ചെന്തായാലും ഉണ്ട്. ഓക്കെ, അതിൻ്റെ ലൊക്കേഷനുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. പുള്ളി നമുക്ക് അയച്ചു തന്നിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, ആ വണ്ടികളൊക്കെ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നിറയെ ക്യാഷുകളൊക്കെ എന്തായാലും ഉണ്ടാക്കാനായിട്ടുണ്ട്. അതിൻ്റെ പകുതി നമ്മളെന്തായാലും ലെസ്റ്ററിന് കൊടുക്കുകയാണ്. ഓക്കെ, ചില പുള്ളിയാണ് നമുക്ക് എന്തായാലും ഹാക്ക് ചെയ്ത് കണ്ടുപിടിച്ച് തന്നത്. ഓക്കെ, ആ വണ്ടിയുടെ ലൊക്കേഷനും കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും അവിടെ പോയി എന്തായാലും ആ ഒരു വണ്ടികളൊക്കെ പോയി അടിച്ചങ്ങ് മാറ്റാം. ഞാൻ ഒന്നും നോക്കണല്ലേ, നമുക്ക് പോകാനായിട്ട് പോകാൻ. ഓക്കെ, നമുക്ക് പിന്നെ നമ്മുടെ ഈ ഒരു ഏതാണ് ഫോർച്യൂണർ കാര്യങ്ങളൊക്കെ എടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ അയച്ച ഒരു ലൊക്കേഷനിലൊക്കെ നല്ല അടുത്ത് തന്നെയാണ് ഏകദേശം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് പോയ ഒരു വണ്ടി അടിച്ചു വരാം. ഓക്കെ, ലാൻഡ് റോവർ ഡിഫൻഡറാണ്. ഓക്കെ, പുതിയതായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത വണ്ടിയാണ്. ഓക്കെ, നമുക്കങ്ങനെ നൈസായിട്ട് അങ്ങ് അത് അടിച്ച് മാറ്റാം. ഓക്കെ, അതൊക്കെ അത്രയുള്ള കേസ്. ഓക്കെ, ഏതൊക്കെ കിടില വണ്ടികളൊക്കെ നമ്മുടെ ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്താൽ അത് ഞാൻ അടിച്ചു മാറ്റാതിരിക്കില്ല ഗൈസ്. ഓക്കെ, അത് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം അടുത്തെന്നാണ് പുള്ളി പറഞ്ഞത്. ഓക്കെ, നമുക്കെന്തായാലും പോയി നോക്കാൻ പറയാം അടുത്താണോ ദൂരെയാണോ എന്ന്. ഓക്കെ, ഏകദേശം നമ്മുടെ ലൊക്കേഷനുകളൊക്കെ കാണിക്കുന്ന ഫ്രണ്ടിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും നോക്കാം. ഓക്കെ, ആ ബിൽഡിങ്ങിൽ എവിടെയാണെന്ന്. ഓക്കെ, അത് നമ്മുടെ ലെസ്റ്ററിന് ഇറക്കണം. ഓക്കെ, പുള്ളി കണ്ടുപിടിച്ചപ്പോൾ പറഞ്ഞ് ഇവിടെ എവിടെ ആയിട്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇതിൻ്റെ അകത്തോ മുകളിലോ എവിടെയോ എന്നാണ് ആ ഒരു വണ്ടിയുടെ അത് നോക്കണേന്നാണ് പറഞ്ഞത്. ആ വണ്ടിയിൽ തന്നെ GPS ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഊരി പറിച്ച് കളയണം. ഓക്കെ, ഇതാണ് ആ ഒരു ബിൽഡിങ് കാര്യങ്ങൾ. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ഫോർച്യൂണറും കാര്യങ്ങളൊക്കെ നമുക്ക് നൈസായിട്ട് എന്തായാലും ഇതാണ് ഇവിടെ എന്തായാലും പാർക്ക് ചെയ്തില്ല. നമുക്ക് പിന്നെ വല്ലതും വന്ന് ഈ ഒരു വണ്ടികളൊക്കെ വന്ന് എടുക്കാം. ഓക്കെ, നമ്മുടെ ഫോർച്യൂണറും കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും നൈസായിട്ട് എന്തായാലും ഇവിടെയും കാര്യങ്ങളൊക്കെ എന്തായാലും പാർക്ക് ചെയ്യണം. വണ്ടി ലോക്ക് ചെയ്തൊക്കെ അല്ലെങ്കിൽ നമ്മളെ പോലത്തെ വേറെ ഏതെങ്കിലും കള്ളം വന്ന് എടുത്തുകൊണ്ട്. ഓക്കെ, നമ്മളങ്ങനെ വണ്ടികളൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ സമയം എത്രയായി? ഓക്കെ, സമയം ഇപ്പം ഏകദേശം ഒരു 5 മണികളൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, സമയമൊന്നും ഒരു പ്രശ്നമേ അല്ല. ഓക്കെ, നമുക്ക് എങ്ങനെയെങ്കിലും കൈസ് ഈ ഒരു ഏതാണ് ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് എന്തായാലും കയറണം കൈസ്. ഓക്കെ, നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്ക് കയറണം.
എന്നിട്ട് ഗൈസ് നമുക്കെന്താ ഒരു ലാൻഡ് റോവർ ഡിഫൻഡർ കാറിലൊക്കെ എന്തായാലും അടിച്ചെന്ന് പറഞ്ഞാൽ സീൻ വണ്ടിയാണ്, ഒരു പച്ച കളർ വണ്ടി എന്നാണ് പറഞ്ഞത്. ഓക്കെ, പുതിയതായിട്ട് ലോഞ്ച് ചെയ്തതാണ്. ഓക്കെ, പക്ഷെ ഇവിടെയും തന്നെ ഒന്ന് കാണാമല്ലോ, നമുക്ക് എന്തായാലും നൈസായിട്ട് ഇവിടെയൊക്കെ സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഒന്ന് കണ്ടില്ലെങ്കിൽ നമുക്ക് എന്തായാലും ലെസ്റ്ററിനോട് നമുക്ക് നൈസായിട്ട് എന്തായാലും വിളിച്ച് ചോദിക്കും. ഓക്കെ, പക്ഷെ ഇവിടെ ഇപ്പോൾ എന്തായാലും ഒരു വണ്ടിയോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ, ഇവിടെ എന്താണ് കേസ്, ഇവിടെ ഒന്നും തന്നെ ഇല്ലല്ലോ. ഇനി ലെസ്റ്റർ എങ്ങാനും നമ്മളെ പ്രാങ്ക് ഇതാണോ ഇനി പറയാൻ പറ്റത്തില്ല. ഓക്കെ, പുള്ളം ഭയങ്കര കള്ളനാണ്. ഓക്കെ, കള്ളദേശ ഭയങ്കര ഇതേപോലെ കള്ളം പറഞ്ഞ ഒരാളാണ് ലെസ്റ്റർ. ഓക്കെ, പറയാൻ പറ്റത്തില്ല. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു വണ്ടിയും ഇല്ല. ലെസ്റ്റർ നമ്മളെ ചുമ്മാ പറ്റിച്ചാണ്. നമുക്കെന്തായാലും ലെസ്റ്റർ ഒന്ന് വിളിച്ച് ചോദിക്കാം. ഓക്കെ, ആ എടാ സീജെ, നിനക്ക് വണ്ടി കിട്ടിയോടാ? എന്തിട്ട് വണ്ടി? ഇവിടെ ഒരു വണ്ടിയുമില്ല. ഞാനാണ് ഇവിടെ വന്ന് ആ ബിൽഡിങ് ഫുള്ള് അരിച്ചുറക്കി നോക്കി, ഇവിടെ ഒരു കുന്തവുമില്ല. നീ എന്തൊക്കെയാടാ പറഞ്ഞത്? എന്തിനാടാ ഇങ്ങനെ ഇടന്ന് എന്നെ പറ്റിക്കണം? എൻ്റെ ഉള്ള സമയവും കളഞ്ഞ്. എടാ ആര് പറഞ്ഞ്? എടാ ഞാൻ പറഞ്ഞ ശരിയാടാ, സത്യമായിട്ടും നിനക്ക് ഈ ലെസ്റ്ററിനെ 100% വിശ്വസിക്കാം. എടാ ബിൽഡിങ്ങിൽ എവിടെയോ ലാൻഡ് റോവർ ഡിഫൻഡർ ഉണ്ടടാ. ഞാൻ ഹാക്ക് ചെയ്ത കറക്റ്റാണ്. എനിക്ക് കിട്ടിയൊരു കറക്റ്റ് ഇൻഫർമേഷൻ. എനിക്ക് സംശയം ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഹാക്ക് ചെയ്ത് നോക്കിയപ്പോൾ ലൊക്കേഷൻ ഇവിടെയാണ് കാണിക്കണം. ഞാൻ നിനക്ക് അയച്ചു തന്നതല്ലേ? ആ അതൊക്കെ ശരിയാണ്, പക്ഷെ ഇവിടെ നോക്കിയിട്ട് ഒരു വണ്ടിയുമില്ല. എടാ നീ എന്തൊക്കെയാടേ പറയണം? ബിൽഡിങ് വല്ല മാറിവേ നോക്ക്. എടാ പൊട്ടാ, നിൻ്റെ ലൊക്കേഷനും ആ വണ്ടിയുടെ ലൊക്കേഷനും കറക്റ്റ് നീ നിൽക്കേണ്ട സ്ഥലത്താണ് കാണിക്കണം. എടാ അവിടെയൊക്കെ ഒന്ന് നോക്ക്. എടാ ഇവിടെ ഒന്നുമില്ലടാ. എടാ നീ ബിൽഡിങ്ങിൻ്റെ അകത്ത് കയറിയാ? എടാ ബിൽഡിങ്ങിൻ്റെ അകത്തും കയറിടാ, എൻ്റെ അതൊരു കുന്തവുമില്ല. എന്നൊരു കാര്യം ചെയ്, നീ ആ ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്ക് എങ്ങനെയെങ്കിലും കയറാൻ നോക്ക്. ചിലപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്കിനി വല്ലതും കാണുമായിരിക്കും. മണ്ടയ്ക്കാ? എന്തൊട്ടൊക്കെയാണ് പറയണത് നീ? മണ്ടയ്ക്ക് ആരെങ്കിലും വണ്ടിയൊക്കെ കൊണ്ട് വയ്ക്കുമോ? നീ എന്ത് വെടിതരാടെ വിളിച്ചു പറയണ? ആരെങ്കിലും വണ്ടിയൊക്കെ മണ്ടയ്ക്ക് എടുത്ത് വയ്ക്കുമോ? എടാ നീ ഒന്ന് നോക്കി നോക്കടാ, ചിലപ്പോൾ വണ്ടി എൻ്റെ മണ്ടയ്ക്ക് കാണുമായിരിക്കും. നോക്കട്ടെ, എന്നിട്ട് ഞാൻ നിന്നെ വിളിക്കാം. ശരി, നീ ഫുള്ളായിട്ട് നോക്ക്. ഓക്കെ ഗൈസ്, ഈ ലെസ്റ്റർ പറയണ എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ ഒരു പിടി തന്നെ. അങ്ങനെ പറയണ ഇതിൻ്റെ മണ്ടയ്ക്കാണെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്യാം. നമുക്കെന്തായാലും ഒരു ലിഫ്റ്റ് കയറി എന്തായാലും നൈസായിട്ട് നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് ഞങ്ങളൊക്കെ നൈസായിട്ട് കയറും. ഓക്കെ, മിക്കവാറും അകത്തുള്ള സെക്യൂരിറ്റിമാരെന്നെ അടിച്ച് നോക്കാനാണ് ചാൻസ്. ഒക്കെ ഒന്നും കുഴപ്പമില്ല. നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും ഈ ഇതിൻ്റെ അകത്ത് കയറി നമുക്ക് വല്ല വണ്ടിയോ വല്ല ഉണ്ടാകും നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ ഗായ്സ്, അങ്ങനെ ഗായ്സ് ഞാൻ അങ്ങനെ ഒരു പാട് തൊട്ട് അവിടെയുള്ള പോലീസുകാരുടെമാരെ സെക്യൂരിറ്റിയുടെ പിന്നെ ബോഡി ഗാർഡ്സിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കണ്ണിട്ട് ചോടി. ഒരുത്തന്നെ അടിച്ചോടിക്കാനായിട്ട് വന്നു. ഞാൻ അപ്പോൾ തന്നെ ലിഫ്റ്റ് കയറി വിട്ടു. അവൻ്റെ കൈ ലിഫ്റ്റിൻ്റെ ഇടയിൽ കുടുങ്ങി അവൻ്റെ കൈ മുറിഞ്ഞെന്ന് തുടങ്ങി. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമ്മളെന്തായാലും ഇപ്പോൾ ലിഫ്റ്റ് വഴി എന്തായാലും മുകളിലൊന്നിനുണ്ട്. ഇവിടെ എനിക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഒന്നും തന്നെ ഇല്ലെന്ന് തോന്നും. ഇവിടെ ഒരു ഹെലികോപ്റ്റർ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ജെറ്റ് പാക്ക് ഉണ്ട്. അല്ല ഗൈസ്, ഇത് മറ്റേ വണ്ടിയില്ലേ, ലാൻഡ് റോവർ ഡിഫൻഡർ. ഗൈസ് താങ്ക് യു ദൈവമേ, എൻ്റെ പ്രിയപ്പെട്ട ദൈവമേ, താങ്ക് യു ദൈവമേ. ഗൈസ് ഫൈനലി ഗൈസ്, മോസ്റ്റ് പവർഫുൾ ആൻഡ് മോസ്റ്റ് റെയറസ്റ്റ് ആൻഡ് മോസ്റ്റ് ഏതാണ് $1 million കാലൊക്കെ പ്രതിപ്പിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഏതാണ് ലാൻഡ് റോവർ ഡിഫൻഡർ കാലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വേറൊരു കാര്യം കൂടെ ഞാനാണെങ്കിലില്ലേ നമ്മുടെ ലിഫ്റ്റ് വഴി കയറി എന്ന സമയത്ത് ഈ ഒരു വണ്ടിയുടെ ഓണർ എന്തായാലും നല്ല സ്ഥലത്താണ് ഈ വണ്ടി കൊണ്ട് വെച്ചേക്കണം. ഓക്കെ, അപ്പം ഇതെന്ന് വെച്ചാൽ ഒരു വലിയൊരു മില്യണയറിൻ്റെ വലിയൊരു കമ്പനിയാണ്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ്റെ ക്യാബിനിൽ പോയി. ഓക്കെ, പുള്ളിക്കാരൻ എന്തോ വാഷ്റൂമിൽ കണക്ക് എന്തോ പോയായിരുന്നു കൈ ഇങ്ങനെ കഴുകാനായിട്ട്. അപ്പോൾ പുള്ളി കാണാതെ ഇതിൻ്റെ കീയും കൂടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു കീ അല്ല 2 കീ കിട്ടി ഇതിനൊക്കെ. മൊത്തം ഇതിന് 5-6 കീ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, 2 കീ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ലാൻഡ് റോവർ ഡിഫൻഡർ ഉണ്ട്. ഓക്കെ, അത് ഇതിൻ്റെ തന്നെയാണ്. ഞാൻ ചുമ്മാ ഒന്ന് അയാളുടെ ക്യാബിലൊന്ന് കയറി നോക്കിയതേ ഉള്ളൂ. ഒരാളുടെ കൂടെ ചോദിച്ചു. ഓക്കെ, കയറിയപ്പോൾ എന്ത് കിട്ടി? എനിക്ക് കീ കിട്ടി. വേറെയും കൂടെ വണ്ടികളിലിടുന്നു, പക്ഷെ ഞാൻ ഇതിൻ്റെ മാത്രമേ എടുത്തുള്ളൂ. ഓക്കെ, ബാക്കി അയാൾ ഉപയോഗിക്കട്ടെ. ഓക്കെ, വി ആർ നന്മയുള്ളവനാണ് കേസ്. ഓക്കെ, നമുക്ക് ഈ ലാൻഡ് റോവർ ഡിഫൻഡർ വേറെ ഒന്നും വേണ്ട. ഓക്കെ, കീ ഉള്ളതുകൊണ്ട് നമുക്ക് അടിച്ച് പൊട്ടിക്കാൻ നമുക്ക് എടുക്കാൻ പറ്റും. ഈ വണ്ടി ലോക്കായിരുന്നു. ഓക്കെ, എന്തായാലും ഇതിൻ്റെ ഓണറിന് നല്ല ബുദ്ധിയാണ്. ഓക്കെ, വണ്ടി അടിച്ച് മാറ്റാതുണ്ട്, ഇതിൻ്റെ മണ്ടയ്ക്ക് തന്നെ കൊണ്ടിട്ടിരിക്കണം. ഓക്കെ, അയാളുടെ ക്യാബിൽ കയറിയിട്ട് എനിക്ക് ഇതിൻ്റെ കീ കിട്ടി, അല്ലെങ്കിൽ ഇതിൻ്റെ കീ ഒന്നും തന്നെ എനിക്ക് കിട്ടൂലായിരുന്നു. ഓക്കെ, ഇവിടെ ഇപ്പോൾ വണ്ടികളൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മുടെ ഏതാണ് ജെറ്റ് പാക്കും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ നല്ലത്, വേറെ അയാളുടെ നല്ലതായിരിക്കും. ഓക്കെ, ഒരു ഹെലികോപ്റ്റർ ഇവിടെ ഉണ്ട്. ഓക്കെ, അതൊന്നും നമുക്ക് വേണ്ട. ഓക്കെ, നമുക്കിത് മാത്രം മതി. ഓക്കെ, പക്ഷെ ഇത് ഇച്ചിരി സീനാണ് ഈ വണ്ടി ഇറക്കാനായിട്ട്. ഇത് നല്ല ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇച്ചിരി
വണ്ടി പൊളിയോ അങ്ങനെ വല്ലതും ചെയ്യും. ഓക്കെ, നമുക്ക് വല്ല ബൗൺസ് ചെയ്തെല്ലാം കയറ്റാനായിട്ട് വല്ലതും പണിയും വല്ലതും ഉണ്ട്. നമുക്ക് കുറച്ച് ബാക്കും കാര്യങ്ങളൊക്കെ എടുക്കാം. നമുക്കതിന് സ്പീഡിലൊന്നും നോക്കണ്ട, അങ്ങ് സ്പീഡിലങ്ങ് ഇറക്കാം ഗൈസ്. ഓക്കെ, എന്നാൽ കുറച്ച് ബാക്കോട്ട് എടുക്കാം. ഓക്കെ, ഞാൻ എന്തായാലും ഒന്നും നോക്കണില്ല, ഞാൻ എന്തായാലും സ്പീഡിൽ അങ്ങ് എന്തായാലും വണ്ടികളൊക്കെ അങ്ങ് ചാടിക്കുകയാണ്. മിക്കവാറും അടിച്ചെന്ന് ഫുള്ള് പൊളിയാൻ ചാൻസ് ഉണ്ട്. എനിക്ക് അറിഞ്ഞൂടാ. ഓ അയ്യോ, വണ്ടിക്ക് വലുതായിട്ടൊന്നും പറ്റിയില്ല, പക്ഷെ വണ്ടിയുടെ ഡോറളായി പോയി. ഓക്കെ, കുഴപ്പമില്ല, ഡോറെല്ലാം ഇളവേ ഉള്ളൂ. ഇനി വല്ല പോലീസ് കേസോ എല്ലാം വന്നു കഴിഞ്ഞാൽ വണ്ടി ഫുള്ള് പൊളിയും, അതാണ് സീൻ. ഓക്കെ, നമുക്കെന്തായാലും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇപ്പോൾ ആരും കണ്ടില്ലെന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടാ, നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും കത്തിച്ചെന്നാലും വിടാം. ഓക്കെ, ഓക്കെ ഗായ്സ്, അപ്പോൾ ഗായ്സ് ഞാൻ അങ്ങനെ ഈ ഒരു വണ്ടി ഓടിച്ച് ഏകദേശം റിപ്പയറിങ്ങിൻ്റെ ആ ഒരു ഷോപ്പിലും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അല്ല ഗായ്സ്, നമുക്കെങ്ങനെ 1 സ്റ്റാർ വേണ്ടല്ലോ കിട്ടി. അയ്യോ, അത് മാത്രമല്ല നമ്മുടെ പുറകെ ഫുള്ള് പോലീസുകാരാണ്. അയ്യോ, ഇവന്മാരെങ്ങനെ അറിഞ്ഞ? എനിക്കൊരു പിടിയുന്നല്ല, നമ്മുടെ പുറകെ ഫുള്ള് പോലീസുകാരാണ്. അയ്യോ, നമ്മുടെ വണ്ടി ഇതെവിടെ മറിച്ചിട്ടേമാര്. ആ ബെസ്റ്റ്, വണ്ടിയുടെ ഡിക്കിയും ഡോറും എല്ലാം ഇവന്മാരും എടുത്തോണ്ടേ, നല്ല കാര്യം. അത് കുഴപ്പമില്ല, നമ്മുടെ വക ഒരു ഗിഫ്റ്റ് എന്ന് വിചാരിച്ച് നമ്മൾ കൊടുത്തതാണ്. പക്ഷേ ഇവന്മാരെന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇവന്മാരെന്ന് എസ്കേപ്പ് ആയാലേ പറ്റുമോ ഗൈസ്, അല്ലെങ്കിൽ തീർന്നോക്കെ. അയ്യോ, ഇവിടെ ഇപ്പോൾ ആകെ പണിപ്പാളിയെന്ന് തോന്നുന്നു. എവിടെ നോക്കിയാലും പോലീസാണ്. ഞാൻ മിക്കവാറും ഇവന്മാരുടെ കൈ കിട്ടി മിക്കവാറും ചാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, ഒക്കെ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാം ഗൈസ്. ഓക്കെ, എൻ്റെ അമ്പു എന്തായാലും ഈ വണ്ടിയുടെ ഓണർ എന്തായാലും നല്ലൊരു വ്യക്തിയാണ് കേട്ടോ. വണ്ടി കൊണ്ട് ഇറങ്ങിയതേ ഉള്ളൂ, അപ്പോൾ തന്നെ അയാൾ പോലീസിനെ വിളിച്ചിറങ്ങി. എന്തായാലും ഇയാൾ ആൾ കൊള്ളാം, നല്ല കാര്യം. ഓക്കെ, എങ്ങോട്ട് പോകണമെന്ന് എനിക്കൊരു പിടിയെന്നല്ലേ. ഞാൻ എന്തായാലും വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോവുകയാണ്. ഫ്രണ്ടിൽ ഫുള്ള് ഇവന്മാർ ബ്ലോക്ക് ഇട്ട് കളിക്കുകയാണ്. ഇഷ്ടംപോലെ പോലീസ് വണ്ടികളൊക്കെയാണ്. എൻ്റെ അമ്പോ, എൻ്റെ ഇടയിൽ കൂടെ വേറൊരുത്തന്മാർ വണ്ടിയും കൊണ്ടൊന്ന് കയറിത്തരാണ്. നമുക്കിപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് എനിക്കൊരു ഐഡിയ തന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ വണ്ടിയും കൊണ്ടെന്നാലും എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് പോവാൻ കേസ്. ഓക്കെ, എൻ്റെ അമ്പോ, ഈ വണ്ടിയാണെങ്കിൽ ഇടിച്ചിടിച്ച ഏകദേശം പൊളിഞ്ഞ്, എൻ്റെ എല്ലാ ഡോറും പൊളിഞ്ഞ്. ഒരു കിടില വണ്ടിയായിരുന്നു, പക്ഷേ ഈ പോലീസുകാർ ഈ വണ്ടിയെ പൊളിച്ച് കേസ്. ഓക്കെ, ഓക്കെ ഗായ്സ്, ഇവിടെ ഇപ്പോൾ ഫൈനലി ഗൈസ് ഞാൻ അങ്ങനെ പോലീസുകാരുടെ രക്ഷപ്പെട്ടേക്കാണ്. ഓക്കെ, ഞാൻ ഉമ്മാരുടെ അടുത്തുനിന്ന് കുറച്ച് ദൂരം നീങ്ങിയപ്പോൾ തന്നെ എന്തായാലും ഇവിടെ വാണ്ട ലെവലും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഉണ്ട് എൻ്റെ സ്റ്റാറും കാര്യങ്ങളൊക്കെ പോയിട്ടെന്നാലും ഉണ്ട്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമുക്ക് എന്തായാലും നൈസായിട്ട് ഈ ഒരു വണ്ടി എന്തായാലും റിപ്പയറിങ് കടയിൽ പോയി വണ്ടി ഒന്ന് ഫുള്ളായിട്ടൊന്ന് ശരിയാക്കി എന്തായാലും ഫുള്ളായിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം ഗൈസ്. ഓക്കെ, നമുക്ക് വണ്ടി ഒന്ന് കിടക്കാച്ചായിട്ട് എന്തായാലും എടുത്തിട്ട് എന്തായാലും പെട്ടെന്ന് എന്തായാലും വരാം. ഓക്കെ, ഓക്കെ ഗായ്സ്, അങ്ങനെ ഗായ്സ് ഞാൻ അങ്ങനെ ഒരു വണ്ടികളൊക്കെ സർവീസ് സെൻറ്ററിൽ കയറ്റി ഫുള്ള് സെറ്റായി കഴുകി വൃത്തിയാക്കി ആ വണ്ടി ഇറക്കിയിട്ടുണ്ട്. വണ്ടി ഫുള്ള് കണ്ട റെഡിയാക്കിയിട്ട് എന്തായാലും ഉണ്ടോ. ഞാൻ കളർ മാറ്റണമെന്ന് വിചാരിച്ചാണ്. ഓക്കെ, വെച്ചാൽ ഞാൻ പിന്നെ മാറ്റിയില്ല. ഓക്കെ, പോലീസ് പിടിക്കത്തൊന്നും തന്നെയല്ലോ. ഓക്കെ, എന്നാലും ചെറിയ പേടിയുണ്ട്. ഓക്കെ, അത് കുഴപ്പമില്ല, അപ്പം വല്ലതും നോക്കാം. ഓക്കെ, ഈ വണ്ടിക്ക് ഈ ഒരു പച്ച തന്നെയാണ് കൂടുതൽ ചേർന്നത്. ഓക്കെ, നിങ്ങളാണ് ലാൻഡ്രോ ഡിഫൻഡറൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, പച്ചയാണ് വണ്ടിക്ക് കൂടുതൽ ചേരണത്. ഓക്കെ, പച്ചയാണ് ഏകദേശം എല്ലാവരുടെയും ഇരിക്കണത്. ഓക്കെ, എന്തായാലും ഈ വണ്ടി പക്ഷേ എനിക്ക് കൊടുക്കാനായിട്ട് തോന്നണല്ലോ, വെച്ചാൽ നല്ലൊരു വണ്ടിയും കണക്കാണ് ഈ ഒരു ഡിഫൻഡറും കാര്യങ്ങളൊക്കെ. എന്തായാലും നല്ല രസമുണ്ട് ഈ വണ്ടി ഓടിക്കാനായിട്ട്, നല്ലൊരു കൺട്രോളും കൂടെയാണ്. ഓക്കെ, അത്യാവശ്യം നല്ലൊരു സ്മൂത്ത്നെസ് എന്തായാലും ഈ ഒരു വണ്ടികളൊക്കെ എന്തായാലും ഉണ്ട്. ഓക്കെ, സാധാ വണ്ടി പോലെ അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇതും കൊണ്ടെന്നാലും പോകാം. ഓക്കെ, നമുക്ക് എന്തായാലും ഈ വണ്ടി പോയി അങ്ങ് വിറ്റ് കളയാം. ഓക്കെ, എനിക്ക് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രയുള്ള ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഞാൻ മുമ്പേ എന്തായാലും ഒരു ഏതാണ് നമ്മുടെ പെന്നി വിസിൻ്റെ ആ ഒരു അവസാനത്തായിട്ടുള്ള ആ ഒരു സ്റ്റോറിയുടെ ആ ഒരു പാർട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ട്, 4ാമത്തെ പാർട്ടുകളൊക്കെ. ഇതുവരെ ആരെങ്കിലും അത് കാണാത്തതുകൊണ്ടായി പോയി കാണാം, എന്നിട്ട് ഈ ഒരു വീഡിയോകളൊക്കെ കാണാൻ ശ്രമിക്കുക. അപ്പം പുതിയൊരു വീഡിയോയിൽ വേണ്ടിയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ. അപ്പോൾ എല്ലാവർക്കും ബൈ.